എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുകയാണ്. ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഔട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചുമ്മാ ഒന്ന് ഇറങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ട്. അതെ അതെ അതെ. അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ, ബൈ ബൈ ബൈ. പോയിട്ട് വരാം. സ്റ്റാർട്ടായല്ലോ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ചുമ്മാ ചായ ഒന്നും വേണ്ടെന്നാ പറയാം. അവിടെ പോയി അവിടെ അങ്ങനെ പോയതാണല്ലേ എന്നിട്ട് കൊച്ചുകാരൻ അല്ലേ? എവിടാ? മാരീതിൻ്റെ അവിടെ എല്ലാവരും കറങ്ങി അടിച്ചുകൊണ്ട് വരാൻ പറ്റിയിട്ട് വന്ന് തിരിച്ചു ചായ കുടിച്ചതേ പോയ. ഏത് മാരീതിൻ്റെ അവിടെ എന്തുണ്ട്? ബീച്ചിൽ ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. അന്നേരമാണ് ഏബിൾ പറഞ്ഞു അവന് ചായ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും ഓർത്തൊരു ചായ വാങ്ങിച്ചു കൊടുത്തേക്കാണ് അല്ലേ? ഇഞ്ചിനെ കാണുന്നില്ലല്ലോ. ഇഞ്ചി എവിടെ? ഇഞ്ചി എന്തിനാ മൂഡ് ഓഫ്? ഇഞ്ചി ഇതിന് മൂഡ് ഓഫ് എന്തിനാന്ന് പറഞ്ഞേ? കടി വാങ്ങിച്ചു, ഇഞ്ചിന് കടി വാങ്ങിച്ചു കൊടുക്കാതാണ്. എന്തുണ്ട് നിനക്ക് വേണ്ടി കഴിക്കാൻ? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പപ്പ മേടിച്ചു തരും. അല്ല, അങ്ങോട്ട് പോകുന്നില്ല, അവിടെ നമ്മൾ പോകുന്നില്ല. വേണ്ട. പിന്നെന്തോ വേറെ വേറെ ഉള്ളി സലാഡ്. അപ്പം ഞങ്ങളാണെങ്കിൽ ആദ്യം ഒരു ചായയും എന്തെങ്കിലും ചെറിയൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഞ്ചൂന് ഏവലിനും ഫലാഫിൽ വേണമെന്ന് പറഞ്ഞു. പോവുകയാണ്. ചിലപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ കഴിക്കും. പക്ഷെ അതിൽ നല്ല ഫലാഫിലാകും. പക്ഷെ അതിന് തന്നെ പിന്നെ അവിടെ പോയാണ്. എവിടെ പോയിട്ട്? അതാ ഇവിടെ അങ്ങനത്തെ ജുലാനില്ലേ? അതല്ലേ? അത് വേണേ എന്നാൽ വേറെ ദിവസം കഴിക്കും. ഇന്നിപ്പോൾ ആണെങ്കിൽ ഇവർക്കൊരാഗ്രഹമല്ലേ ഇവിടുത്തെ. എഞ്ചിന്റെ മനസ്സ് മാറുന്നുണ്ട്. എഞ്ചിന്റെ മനസ്സ് മാറി കേട്ടോ. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാൻഡ്വിച്ച്, ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു അല്ലേ? ഇത് പക്ഷേ അത്ര സുഖം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഫലാഫിൽ നല്ല ഫലാഫില്ല, എനിക്കിഷ്ടം. അതാണ് നോക്കിയത്. രണ്ടും ഒരിതാണോ? പപ്പാടെ പോലത്തെ ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. ഫലാഫിൽ ഇല്ല കേട്ടോ. അതാ വേണ്ട, ഇവർക്ക് ചായ മാത്രം കൊടുക്കുന്നത്. നമുക്കാണെങ്കിൽ എനിക്കൊരു സമൂസ മേടിച്ചു തരണേ. ചായ വേണ്ടി ഒരു നേരത്തെ പറഞ്ഞോണം. കഴിഞ്ഞ ദിവസം ഏവലിന് അബദ്ധം പറ്റിയതാണ്. ചായ ആണെങ്കിൽ എല്ലാവർക്കും കൊണ്ടുവന്ന് കഴിഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഏവലിനാണ്, അല്ല കുടിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ ഏവലിന്, അപ്പൊ ഏവലിന് ചായ വേണം. ഏവലല്ലേലും പണ്ടേ അങ്ങനെയാണല്ലോ. അത് കാരണം കൊണ്ട് ഇപ്പൊ ചായ വേണമെങ്കിൽ ഇപ്പോഴേ പറഞ്ഞു. ഏവലിന് ചായ വേണ്ട, 3 ചായ പറയാം അല്ലേ? 3 ചായ. വെള്ളമൊന്നും ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കാണാൻ പറ്റുമോ? കുറച്ച് സ്ഥലത്തേക്ക് ആണെങ്കിൽ വെള്ളം ഇങ്ങനെ പറ്റാതെ തന്നെ കിടപ്പുണ്ട് അല്ലേ? ഇവിടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വെള്ളം അവർ വലിച്ചെടുത്തത് ഇങ്ങനെ അല്ലേ? അത് കാരണം കൊണ്ടോ വലിച്ചെടുത്തത് കൊണ്ടാണ് ഇവിടെ പറ്റിയത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇതല്ലേ വണ്ടി പോകുന്ന സ്ഥലമല്ലേ? ഇവിടുത്തെ ആണോ? ഏവലും വിചാരം കൂടെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം സ്നാക്സ് എന്തൊക്കെയാണ് പോയി നോക്കിയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞു. ഏബിൾ വരുന്നുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് വേണ്ട, ഉള്ളിവട ഉണ്ടോ? ഉള്ളിവട അല്ല, ഉഴുന്നുവട. റൗണ്ടായിട്ട് ഡോണറ്റ് പോലെ ഇരിക്കുന്നത് അത് ഉഴുന്നുവട. പക്ഷെ ഇവിടുത്തെ ഉഴുന്നുവടനേക്കാളും നല്ല ഉള്ളിവട അല്ലേ? സമൂസ നല്ലതാ. പപ്പായോട് ചോദിക്കാൻ പറ, ഇവന് ഉള്ളിവട ഉഴുന്നുവട. ഉള്ളിവട ഇല്ല, അല്ല ഉള്ളത് മതി, എന്തെങ്കിലും മേടിച്ചോ. പപ്പായോട് പറ. ഞാൻ എന്തെങ്കിലും മേടിച്ചോളാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എഞ്ചിന് എന്ത് വേണ്ടത്? സമൂസ അല്ലേ? കട്ട്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ കട്ട്ലേറ്റ് നല്ല കട്ട്ലേറ്റാണ്. വരുന്നുണ്ട്, ഏവൽ വീണ്ടും വരുന്നുണ്ട്. ഇനി എന്തുവാ അടുത്തത്? ഇപ്പൊ ഉള്ളിവട വന്നു. ഇപ്പൊ ഉള്ളിവട വന്നു. ചോദിച്ചിട്ട് എന്തോ ചോദിച്ചിട്ട് വരുന്നേ? ഇത് കൂടെ കൊണ്ടുപോകും. ഇതിൽ കൊണ്ടുപോയാൽ ഇവിടെ കിട്ടത്തില്ലല്ലോ. കിട്ടും. അപ്പൊ ഇനി പോയിട്ട് കാര്യമില്ല. Okay guys, how are you? I hope you're so fine. അപ്പൊ 4 കട്ട്ലേറ്റ് മേടിച്ചു. ചൂട് ഉള്ളിവട. നല്ല ചൂട് ചായ. എനിക്ക് ഇപ്പം താഴെ വെച്ചോ, എനിക്ക് ചൂടാ. ഹലോ ഗായ്സ്. അപ്പോൾ ചായ ആണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ചായ. അപ്പം നല്ല ചായ ആണെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചൂട് ചായ വേണോ? നിങ്ങളിപ്പോൾ കുടിക്കുന്നില്ല? ചായ വെച്ച് ഇത് കറക്കല്ലേ? കറക്ക നല്ല ചൂട് സ്നാക്സ് വന്നിട്ടുണ്ട് നോക്കാം. ഇപ്പം തന്നെ എല്ലാം പൊട്ടെടുക്ക് അല്ലേ? ഇത് സമയമല്ലേ? നേരത്തെ ഇല്ലായിരുന്നല്ലോ. വേണ്ട, ചായ പോകുന്നുണ്ടോ? ഒന്ന് തുള്ളായോ? അല്ല, ഈ പലാക്കിനൊക്കെ നല്ല ഇതാണെന്ന് തോന്നുന്നു. കാരണം എന്താ പറയുക, പലാക്ക് ശരിക്കും ഇപ്പം തണുപ്പുണ്ട് കേട്ടോ. വീട്ടിനകത്തൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട്. പക്ഷെ ഇപ്പം പുറത്തിറങ്ങി കഴിയുമ്പോൾ നല്ല നല്ല ചൂടായി അല്ലേ? ഇപ്പോൾ ഒരു നമ്മളുടെ സാധനം വരുന്നുണ്ടെന്ന് താങ്ക് യു. ഓക്കെ, ഞാനങ്ങ് വരാമേ. ഉഴുന്നുവടയാണ്. സമൂസ ഇത് മുറിച്ച് കഴിക്കാം. നമുക്ക് മതി. ഉഴുന്നുവട കേട്ടോ. ഉഴുന്നുവട നല്ല ഉഴുന്നുവടയുണ്ട്. ഇഞ്ചിനെന്താ വേണ്ടേ? കഴിക്കാം. മുറിക്കാന്ന് പറഞ്ഞേ. എന്നാ കഴിക്കണ്ട. നിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും, അതാ. ഇവർ ഉഴുന്നോട് ആദ്യമായിട്ട് നന്നായി ഇപ്പം ഉണ്ടാക്കിയതാ. സാധാരണ ഇവിടുന്ന് മേടിക്കുമ്പോൾ ഒന്നും ഉപ്പ് കാണുന്നില്ല. ഇതിന് എനിക്ക് തോന്നുന്നില്ല ഇതിന് കുഴപ്പമുണ്ടോ? നല്ല തടി പോലെ ചെയ്യും അല്ലേ? ഒരു ചേർക്കാം കേട്ടോ. നല്ല വരുന്നില്ല. ഇതിൻ്റെ കൂടെ ആണെങ്കിൽ ഇത് കിട്ടുന്നില്ലതേ ഉള്ളൂ. ചമ്മന്തി ഇല്ലെന്നേ ഉള്ളൂ. ഇവർ കടയിൽ പറഞ്ഞേക്ക് വേണം മസാല ദോശയും ഉഴുന്നുവടയും സാമ്പാറും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞേക്കുവാണ്. ഉള്ളിവട വേണ്ടേ? സൂപ്പർ ഉള്ളിവട. ഷേപ്പ് ഇല്ലെന്നേ ഉള്ളൂ, എന്നാലും നല്ല ഉള്ളിവട. ഉള്ളിവട കൈകൊണ്ട് ഉണ്ടാക്കിയ നല്ല തെളിവാണ്. കഴിക്കുന്നതിന് 3 വെച്ചല്ലോ. കടിക്കാൻ പറയുമ്പോഴാ
ഒന്നുമില്ല. കേട്ടോ ഉള്ളിവട ക്രിസ്പിയാ. ഇപ്പം ഉണ്ടാക്കിയാണോ? ക്രിസ്പി അല്ലാതെ സോഫ്റ്റ് ആയിട്ട് വരത്തില്ല. സോഫ്റ്റ് ആയിട്ടുള്ളതല്ലോ. ഈ സ്നാക്സ് നമ്മൾ കഴിച്ചു തുടങ്ങിയ കുഴപ്പമെന്ന് അറിയാം, സമയമാകുമ്പോൾ വീണ്ടും അടുത്ത ദിവസം നമുക്ക് കഴിക്കാൻ തോന്നും. ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തായിരുന്നു, ഇപ്പോൾ വീണ്ടും അല്ലേ? ഉഴുന്നുവട അല്ല, ഉള്ളിവട, ഉഴുന്നുവട. എന്നാലും നാട്ടിലെ തട്ടുകട ഇങ്ങനെ പോയി കഴിക്കുമ്പോൾ സുഖമുണ്ടോ? തട്ടുകട അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ഉള്ളിവട കുഴപ്പമില്ല, നല്ലതാണ്. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കേട്ടോ. ഞങ്ങൾ സ്നാക്സ് ഒക്കെ കഴിച്ച് ബില്ല് പേ ചെയ്യാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ചുമ്മാ കളിപ്പിച്ച് നോക്കിയതാണ്. അല്ല അല്ലേ, ആ ടൈമിങ് നമുക്ക് ഈ ചില സമയത്ത് നമുക്ക് കൊള്ളത്തില്ലെന്ന് തോന്നുന്നു. എനിക്ക് നമ്മൾ ആവശ്യമില്ലാതെ കുടിക്കത്തില്ലേ. ഓഹോ, പപ്പ വീണ്ടും ചായ മേടിച്ചു. ബില്ല് പേ ചെയ്യാൻ പോയ ആളാണേ, വീണ്ടും ചായ മേടിച്ച് കുടിക്കുന്നു. ചായ എന്തിനകത്ത് കേൾക്കാം. ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വെച്ചേ. ആ എന്താ വേറെ എന്തോ വീണ്ടും മേടിച്ചു. എന്തോ ഒരു സ്നാക്സ് മേടിച്ചു കേട്ടോ. ഏബല് പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പപ്പയ്ക്ക് നല്ല മൂടാ. ഏബലങ്ങാണ് ഇനി ടോയ്സ് വേണമെന്ന് പറയുമ്പോഴാണ് നടിനാശം വെള്ളപ്പൊക്കം ഉണ്ട്. ഏബലാണെങ്കിൽ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് ചായ കുടിച്ചു കഴിഞ്ഞോ? കാണിച്ചേ. എനിക്ക് ഏബലും ചായ കുടിച്ചു കഴിഞ്ഞാൽ അതേണ്ട വീണ്ടും ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ ചോദിച്ചു? പഴംപൊരിയാണോ? ബജ്ജി. അതാണ് 2-3 പ്രാവശ്യം മുട്ട ബജി ഇവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും മുട്ട ഇത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ചൂടെടുക്കും. ഏവലെന്ത് വിളിച്ച്? മുട്ട ബജി. അത് കൈ പിടിച്ചു. ചായന്റെ ചൂട് മാറിയല്ലോ. കാണത്തില്ല, വെട്ടമുണ്ടോ? മസാല ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലേ? മസാല വെച്ചിട്ടുള്ള മുട്ട ബജി കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇതും വെച്ച് വരാം. ഇന്നിപ്പോ ചോറ് വേണ്ടെന്ന് നോക്ക്. എവിടെ? മാരിയതിലോ? ഞങ്ങള് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങള് വേണ്ട അത് വെക്കണ്ട. ഇവിടെ തന്നെ വെച്ചാൽ മതി. ഇവിടെ വെച്ചോ. ഗോൾഡ് സൂക്കിൽ പോവാ. അല്ല, ഈ സ്നാക്സ് ഒക്കെ കഴിക്കുവാണെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ ഒരു വിഷമമാണ്. വേണ്ടായിരുന്നു.
കാശും പോകത്തില്ല. പക്ഷെ കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ആ ഒരു ചിന്തയില്ല, കഴിച്ചു കഴിയുമ്പോൾ ഒരു ചിന്തയാണ്. നമ്മൾ ഓരോന്ന് വാങ്ങിക്കാം. എനിക്ക് അങ്ങനെ ചിന്തയൊന്നുമില്ല. അതിന് ഞങ്ങളല്ലല്ലോ പറഞ്ഞതിന്റെ എല്ലാം കൂടെ വേണമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു അമ്മ പറയാനത് എനിക്കൊരു കുഴപ്പമുണ്ട്, വാങ്ങിക്കാൻ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് അമ്മയോട് അമ്മ വാങ്ങിച്ചു കൊടുക്കാറില്ലേ? അപ്പൊ പിന്നെ ഭയങ്കര ജനറസ് ആക്കും. ഇഷ്ടമുള്ള എന്താ വെച്ചാൽ വാങ്ങിച്ചു തരും. പക്ഷെ ഓവറായിട്ട് ആഗ്രഹം പറഞ്ഞാൽ വാങ്ങിച്ചു തരും. ഏവലിനെ കാണുന്നില്ലല്ലോ. ഏതൊരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യും. മഴ പെയ്യുന്ന സമയത്ത് എനിക്ക് ഓരോ കണക്കൂട്ടലുണ്ട്. ആ കണക്കൂട്ടൽ തെറ്റുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ പാലിച്ചു പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളെ കറക്റ്റ് ആ സമയത്ത് ഇപ്പൊ ഭയങ്കര ജനറസ് ആണ്. നമ്മളിപ്പോ ഇതുപോലെ കടിയൊക്കെ വാങ്ങിക്കാൻ പോയാൽ നമ്മളെന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോ അപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇനിയും വേണോ, ഇന്നോടെ ഒന്നൂടെ പിന്നെ അവിടെ വെച്ച് നാളെ കണ്ട വാങ്ങിച്ചു തരുന്നില്ല. മീൻ തിരിച്ചു കിട്ടി. ഇവിടെ ഈ ഒരു റൗണ്ട് അബൌട്ടില് 3 മീനുണ്ടായിരുന്നു കേട്ടോ. കാണുന്നില്ല. ആ അവിടെ അപ്പൊ അയ്യോ ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. അവിടെ 3 മീനുണ്ടായിരുന്നു ആ റൗണ്ട് അബൌട്ടില്. അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞപ്പോ ആണെങ്കിൽ ആ 3 മീനില് ഒരു മീൻ കാണുന്നില്ല. ഒരു മീനാണെങ്കിൽ ഇളകി. ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചപ്പോ അയ്യോ ഞാൻ ഓടിക്കായിരുന്നു ഈ വഴി. അയ്യോ വേണ്ട, 4 വർഷം ഓടിച്ചിട്ടറിയോ. അമ്മ വന്നു കഴിഞ്ഞാ പിന്നെ അപ്പ ഓടിച്ചിട്ടില്ല. അപ്പൊ അത് ഓടിക്കണ്ടാണ്. നിസാൻ പെട്രോൾ പപ്പ ഓടിക്കട്ടെ. നിസാൻ പപ്പ ഓടിക്കട്ടെ. തെള്ളോ തെള്ള 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 2-3 എനിക്കങ്ങനെ വണ്ടി അറിയത്തില്ല, വണ്ടിയുടെ പേര് അറിയില്ല. അത്യാവശ്യം വണ്ടികളുടെ അപ്പൊ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത്യാവശ്യം വണ്ടികളുടെ പേരൊക്കെ എനിക്കറിയാം. ചുമ്മാ ഒരു രസം. ന്യൂ ഇയറിലെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ് എനിക്ക്. പക്ഷേ നാട്ടിലാണ് എനിക്കിഷ്ടം. പോകുന്ന വഴിക്ക് എഴുന്നോടെയൊക്കെ കഴിച്ച് ഹോട്ടലിലൊക്കെ കയറി ഇങ്ങനെ നമ്മുടേതായ കുറേ സ്വകാര്യ കാര്യങ്ങളുണ്ട് അല്ലേ, അതിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്തി. ബീച്ചിൽ ക്യാമ്പിങ് ആൾക്കാരാ വന്നവര്. കുറേ ആൾക്കാർ ഒഴിപ്പുണ്ട് കേട്ടോ. ഇവിടെ അല്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ഇഞ്ചി കൂടെ നോക്കി, ഇഞ്ചി എവിടെ ഇങ്ങോട്ട് നോക്കി. അവിടെ ചുമ്മാ അവിടെ നോക്കിയിട്ടുണ്ടോ? ഞങ്ങളിങ്ങനെ ചുമ്മാ പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സമയമില്ല കേട്ടോ. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ 2 പേരുടെ ഒരു വീഡിയോ എടുക്കും. ഞങ്ങൾ 2 പേരുടെ വീഡിയോ എടുക്കാനാ നിങ്ങളുടെ വീഡിയോ അവിടെ നിന്ന് എടുക്കും. മമ്മിയുടെ ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് മമ്മിയുടെ അപ്പാടെ കല്യാണാൽബം ഓർമ്മ വരുന്നത്. ഇതെടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പാടെ മണ്ടയിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം. വെള്ളത്തില് പോകാൻ പറ്റും. ആ കല്ലിൻ്റെ പേര് ഞങ്ങൾ റെസ്ട്രിക്റ്റഡാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്നാൽ പിന്നെ ഇരുന്ന് കെട്ടണ്ടല്ലോ. അതിലൊരു പാലം കെട്ടിയിട്ടുണ്ട്. എവിടെ പാലം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഒരു പാലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓടിയാണ്. ഞങ്ങൾ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇറങ്ങിയതാണ്. അപ്പം വെറുതെ ഒന്ന് നടക്കാനിറങ്ങി ബീച്ചിൽ നമുക്ക് ചോദിച്ചാലോ നമ്മളെ ഒന്ന് കൊണ്ടുപോകും. അങ്ങോട്ടേ അതുണ്ടോ വലിയൊരു ഇവിടെ ഉണ്ട്. ബോട്ടാ അല്ലേ? ഇതെവിടെ നിന്നല്ലേ നമ്മൾ അവിടെ പോയില്ലേ, നടക്കാൻ പോയിടാം. ആ സ്ഥലമാണ് നമ്മൾ നടക്കാൻ പോയില്ലേ, അതാ അത് കണ്ടില്ലേ? ആ എന്റെ ഷൂ ഉണ്ട്, ഇതുണ്ട്. ഞാൻ ഇങ്ങനെ ഇവിടെ
മാത്രം അഴുക്ക്, ഇവിടൊക്കെ വെളുക്കില്ല. ഈ ഷൂ നോക്ക്, ഇതുണ്ടോ, ഇവിടെ മാത്രം കറുത്ത അഴുക്ക് പിടിച്ചിരിക്കും. അമ്മ അതിനകത്ത് വേറെ വലിയ ഷിപ്പ്. ആ എന്നാ അവിടെ മത്സരമാണോ എന്താ? അത് ആൾക്കാരെയും കൊണ്ട് പോവാണോ? ആൾക്കാരുണ്ടോ? റൈഡാണോ? ഒന്നെങ്കിൽ ആൾക്കാരെ കൊണ്ട് പോകല്ലേ. ഫിഷ് അപ്പുറത്തെ സൈഡ് കൊണ്ട് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അവർ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നാൽ തോന്നുന്നു അല്ലേ? എടി ഇത് ആ സൈഡ് മനസ്സിലായില്ലേ? നമ്മളാണ്ട് എനിക്ക് തോന്നുന്നു പെട്രോൾ പമ്പ് കൊണ്ട് കണ്ടുപിടിക്കാന്നറിയോ? ഈ ബോട്ടില്ലേ കുറച്ച് ദൂരം ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ. അതിനർത്ഥം എന്താ? ഇങ്ങനെ പോവുക, ഇങ്ങോട്ട് ഏരിയയിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഉരുണ്ടിങ്ങനെ പോകാണ്ട് ഇത് ഫ്ലാറ്റ് ആയിട്ട് നമുക്കൊരു കുഞ്ഞു കുത്തെങ്കിലും അങ്ങോട്ട് കാണാം. നേരെ ഭൂമി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് താഴോട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ സാധനം കാണത്തില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന റോഡ് ഇനി ഇവിടുന്ന് നമ്മളെക്കാട്ടിൽ എത്രയോ നമ്മൾ പോവല്ലേ? കേട്ടോ ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് വരണമെന്ന് പ്ലാൻ ചെയ്തു. ബീച്ചിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലായിരിക്കും. ബീച്ചിലൊക്കെ അപ്പോൾ നീ കടയിൽ പോകുന്നില്ല? നീ പോക്കോ, നീ ഇവിടെ നിന്നോ. ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ നാളെ വേണം. എനിക്ക് സമയമില്ല. നോക്കാം, ഇതിന് മിക്കവാറും പൈസ ഇട്ട് കഴിയുമ്പോൾ തിരിച്ചു തരാം. നോക്കാം. അത് വേണോ ഇത് അതങ്ങനെ അവിടെ ട്രിക്ക് മനസ്സിലായോ? വേണമെങ്കിൽ ചെയ്യേ. ഇത് നോക്കുന്നത് കാരണം ഇതിന്റെ കമ്പി അവിടെ വരെയുള്ളൂ, ഇവിടെ എത്തത്തില്ല. ആ കമ്പി അവിടെ കണ്ടോ? എടാ അവരത് അങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണോ? മനസ്സിലായോ? ഞാൻ അവിടെ ആ പിഗ്ഗിനോട് ആക്കി തരാം. അതോ ഈ ഡോഗ് അത് തന്നെ മതി. ഞാൻ പിടിച്ചു